എന്റെ എല്ലാ സ്നേഹം നിറഞ്ഞ മിത്രങ്ങൾക്കും നമസ്കാരം. ഇന്നത്തെ കഥയിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കഥ ആരംഭിക്കാം. കൊല്ലം ജില്ലയിൽ മൈനാഗപ്പള്ളി എന്ന കൊച്ചു ഗ്രാമത്തിലായിരുന്നു ഞാൻ ജനിച്ചത്. എന്റെ പേര് നിയാസ്. ഞാൻ ജനിച്ച് എനിക്ക് 5 വയസ്സായപ്പോൾ എന്റെ ഉമ്മ എന്നെ വിട്ടുപിരിഞ്ഞു പോയി. അങ്ങനെ ഞാനും ബാപ്പായും മാത്രമായി വീട്ടിൽ. ബാപ്പായുടെ പെങ്ങന്മാരൊക്കെ അടുത്തടുത്ത് താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ വന്ന് വീട്ടിൽ എല്ലാ സഹായവും ചെയ്തു തരും. ബാപ്പ ഒരു ഓട്ടോ ഡ്രൈവറാണ്. എങ്കിലും ബാപ്പായ്ക്ക് വലിയ പ്രായമൊന്നും ഇല്ലാത്തതിനാലും കുട്ടിയായ എന്നെ നോക്കാൻ ഒരാൾ വേണമെന്നതിനാലും അപ്പച്ചിമാരുടെയും മറ്റു ബന്ധുക്കളുടെയും നിർബന്ധത്തിന് വഴങ്ങി ബാപ്പ രണ്ടാമതൊരു നിക്കാഹ് കൂടി നടത്തി. അങ്ങനെ ഉമ്മ ഇല്ലാത്ത വിഷമം എല്ലാം മാറി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ എനിക്കൊരു കുഞ്ഞനിയത്തി കൂടി ഉണ്ടായി. സന്തോഷകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന വേളയിലാണ് പടച്ചോൻ വീണ്ടും ഞങ്ങളെ പരീക്ഷിച്ചത്. ബാപ്പ രാത്രിയിൽ ഒരു ഓട്ടം പോയതായിരുന്നു. മീൻ കയറ്റി വന്ന ഒരു ട്രക്കുമായി ഓട്ടോ കൂട്ടിയിടിച്ച് ബാപ്പായെയും എനിക്ക് നഷ്ടമായി. ബാപ്പ ആക്സിഡന്റിൽ മരിച്ചതുകൊണ്ട് നല്ലൊരു തുക ഇൻഷുറൻസായി എന്റെ കുഞ്ഞുമ്മായിക്ക് കിട്ടി. അതായത് രണ്ടാനുമ്മ. കുഞ്ഞുമ്മ അതുകൊണ്ട് കുറച്ച് വസ്തുവും വാങ്ങി അതിൽ നല്ലൊരു വീടും വെച്ച് ഞങ്ങൾ അതിൽ താമസമാക്കി. ബാപ്പായുടെ വീട്ടുകാർക്കും മറ്റു ബന്ധുക്കൾക്കും ഒരു ശല്യവുമാകാതെ കുഞ്ഞുമ്മ ഞങ്ങളെ വളർത്തി. കുഞ്ഞുമ്മായും വളരെ ചെറുപ്പമാണ്. കാണാനൊക്കെ നല്ല മൊഞ്ചുള്ള ഒരു സ്ത്രീ. ഒരു സ്ത്രീക്ക് വേണ്ടുന്ന എല്ലാ അംഗലാവണ്യങ്ങളും ഒരു പടി മുന്നിൽ തന്നെയുള്ള ഒരു പെണ്ണ്. കുഞ്ഞുമ്മായിക്ക് എന്റെ മുന്നിൽ നിന്ന് എന്ത് ചെയ്യാനും ഒരു മടിയുമില്ലായിരുന്നു. എന്നെ ഭയങ്കര കാര്യവുമായിരുന്നു കുഞ്ഞുമ്മായിക്ക്. അങ്ങനെ ഞാൻ പഠിച്ചു +2 പാസ്സായി. പക്ഷേ പഠിത്തം അതോടെ നിർത്തേണ്ടി വന്നു. കാരണം വീട്ടിൽ മറ്റു വരുമാന മാർഗങ്ങളൊന്നുമില്ല. കുഞ്ഞുമ്മ ഏതെങ്കിലുമൊക്കെ വീടുകളിൽ വീട്ടുപണിക്ക് പോയാണ് എന്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത്. പെങ്ങൾ മലപ്പുറത്ത് ജമായത്തിന്റെ ഒരു സ്കൂളിൽ നിന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഞാൻ അങ്ങനെ പഠിത്തം നിർത്തി കുഞ്ഞുമ്മായിക്ക് ഒരു സഹായത്തിനായി ടൗണിലെ ഒരു പച്ചക്കറിക്കടയിൽ പണിക്ക് കയറി. വലിയ ശമ്പളമൊന്നുമില്ല. ഞാൻ കുട്ടിയല്ലേ. അതുകൂടിയായപ്പോൾ വീട്ടിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായി. അങ്ങനെ ഇരിക്കെയാണ് അനിയത്തെ മലപ്പുറത്ത് കൊണ്ടുവിടാൻ വേണ്ടി ഞാനും കുഞ്ഞുമ്മായും കൂടി മലപ്പുറത്തിന് പോയത്. അവളെയും വിളിച്ചുകൊണ്ട് ബസ് സ്റ്റാൻഡിലെത്തി. അതിരാവിലെ ആയതേയുള്ളൂ. കടകളൊക്കെ തുറക്കുന്നതേയുള്ളൂ. ബസ് സ്റ്റാൻഡിൽ യാത്രക്കാരൊക്കെ വന്നു തുടങ്ങി. അപ്പോഴാണ് അതെന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. 2 കണ്ടക്ടർമാർ ദൂരെ മാറി നിന്ന് അവർ എന്തൊക്കെയോ അടക്കത്തിൽ പറഞ്ഞു ചിരിക്കുന്നു. അവർ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞുമ്മയെ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ പതുക്കെ എഴുന്നേറ്റ് കുഞ്ഞുമ്മയുടെ ഇടതുഭാഗത്ത് വന്ന് നിന്നിട്ട് അറിയാത്ത രീതിയിൽ ചുറ്റിനും ഒന്ന് നോക്കി. എന്നിട്ട് ആ ഭാഗത്തേക്ക് നോക്കിയപ്പോഴാണ് എനിക്ക് കാര്യം പിടികിട്ടിയത്. കുഞ്ഞുമ്മയുടെ ആ വിരിഞ്ഞ പിന്നഴക്. അപ്പൊ അതായിരുന്നു കാര്യം. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് പോകാനുള്ള ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് നിർത്തി. ഞങ്ങൾ അതിൽ കയറി. 3 പേർക്ക് ഇരിക്കാവുന്ന സീറ്റിൽ ഞങ്ങൾ സ്ഥലം പിടിച്ചു. യാത്ര തുടങ്ങി. അങ്ങനെ ഒരു നീണ്ട യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾ മലപ്പുറത്തെത്തി. പെങ്ങളെ സ്കൂളിൽ കൊണ്ടുചെന്നാക്കി അവൾക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങിക്കൊടുത്തു. എന്നിട്ട് ഞാനും കുഞ്ഞുമ്മായും കൂടി തിരിച്ചു ബസ് സ്റ്റാൻഡിൽ വന്നൊരു ഹോട്ടലിൽ കയറി. കുഞ്ഞുമ്മായും ഞാനും ഓരോ ചിക്കൻ ബിരിയാണി കഴിച്ചു. അവിടെ നിന്ന് തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് ബസ്സിൽ കയറി. ബസ്സിൽ സാമാന്യം നല്ല തിരക്കുണ്ടായിരുന്നു. കുഞ്ഞുമ്മ മുൻപിലും പുറകെ കുറെ ആൾക്കാരും ഞാനുമെല്ലാം തിങ്ങി ഞെരുങ്ങിയാണ് ബസ്സിൽ നിന്നത്. കുറച്ചു ദൂരം കഴിയുമ്പോൾ ഇരിക്കാൻ സീറ്റ് കിട്ടുമായിരിക്കും എന്ന ചിന്തയിലാണ് തിരക്കുണ്ടായിട്ടും ആ ബസ് കയറിയത്. കണ്ടക്ടർ ടിക്കറ്റ് ചോദിച്ചുകൊണ്ട് വന്നു. ഞാൻ കുഞ്ഞുമ്മയോട് പറഞ്ഞു ടിക്കറ്റ് ഞാൻ എടുത്തോളാമെന്ന്. അങ്ങനെ ടിക്കറ്റും എടുത്ത് കമ്പിയിൽ ചാരി അങ്ങനെ നിന്നു. പുറത്താണെങ്കിൽ നല്ല മഴ പെയ്യാൻ തുടങ്ങി. മഴവെള്ളം അകത്തേക്ക് തെറിക്കാൻ തുടങ്ങിയപ്പോൾ ബസിന്റെ സൈഡിലെ ഷട്ടർ എല്ലാം ഇട്ടു. അകത്ത് ലൈറ്റ് തെളിഞ്ഞു. കുറച്ചു കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു പയ്യൻ, എന്നേക്കാൾ ഇളയതാണ്, കുഞ്ഞുമ്മയുടെ പിന്നിൽ അങ്ങനെ നിൽക്കുന്നു. എനിക്കാണെങ്കിൽ ഈ തിരക്കുള്ള ബസ്സിലെ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അതല്ലാതെ എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിവുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് അതെല്ലാം മനസ്സിലായത്. കുഞ്ഞുമ്മായിക്കും കാര്യം മനസ്സിലായി. എങ്കിലും കുഞ്ഞുമ്മയും അങ്ങനെ തന്നെ ഒന്നും അറിയാത്തതുപോലെ നിന്നു. അങ്ങനെ കുറച്ചു ദൂരം പോയി. പെട്ടെന്നൊരു സ്റ്റോപ്പിലെത്തി കുറെ പേർ അവിടെ ഇറങ്ങി. അങ്ങനെ ഞാൻ കുഞ്ഞുമ്മയുടെ തൊട്ടുപുറകിൽ സ്ഥാനം പിടിച്ചു. ആ സ്റ്റോപ്പിൽ നിന്നും കുറേയേറെ ആൾക്കാർ വീണ്ടും ബസ്സിലേക്ക് കയറി തിരക്കായി. പെട്ടെന്ന് ബെല്ലുകൊടുത്ത് ബസ് മുന്നോട്ടെടുത്തു. കമ്പിയിൽ പിടിച്ചിരുന്ന കുഞ്ഞുമ്മയുടെ ബാലൻസ് തെറ്റി. കുഞ്ഞുമ്മ എന്റെ ദേഹത്തേക്ക് മറിഞ്ഞു. പുറകിൽ നിൽക്കുന്നത് ഞാനാണെന്ന് ഒരു ചിന്തയും കുഞ്ഞുമ്മയ്ക്കുണ്ടായിരുന്നില്ല. ഞാനാണെന്ന് അറിയാതെ തന്നെ
കുഞ്ഞുമ്മ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനും അനങ്ങാതെ അതിനൊപ്പം നിന്നുകൊടുത്തു. സത്യം പറഞ്ഞാൽ ഞാനാണ് പുറകിൽ നിൽക്കുന്നതെന്ന് കുഞ്ഞുമ്മ അറിഞ്ഞിട്ടേ ഇല്ലായിരുന്നു. അതെനിക്കും നല്ലവണ്ണം മനസ്സിലായിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ അടുത്ത സ്റ്റോപ്പിൽ ആളുകൾ ഇറങ്ങാനുള്ള തിരക്കായി. സീറ്റുകൾ ഒഴിഞ്ഞു. കുഞ്ഞുമ്മ അപ്പോഴാണ് പുറകിലേക്ക് നോക്കുന്നത്. തൊട്ടുപുറകിൽ ഞാൻ നിൽക്കുന്നത് കണ്ടു. കുഞ്ഞുമ്മ തൊട്ടടുത്ത് ഒഴിഞ്ഞു കിടന്ന ഒരു സീറ്റിലേക്ക് ഇരുന്നു. ഞാനും ആ സീറ്റിലേക്ക് തന്നെ ഇരുന്നു. കുഞ്ഞുമ്മയുടെ മുഖത്ത് നോക്കാൻ എനിക്ക് ആകെ ഒരു ചമ്മൽ. പെട്ടെന്ന് പ്രായം ചെന്ന ഒരു സ്ത്രീ അങ്ങോട്ടേക്ക് കയറി വന്നു. എന്നോട് പറഞ്ഞു, മോൻ അങ്ങോട്ടേക്ക് ഒന്ന് നീങ്ങിയിരിക്കാമോ? ഞാൻ എഴുന്നേറ്റ് കുറച്ചുകൂടി അങ്ങോട്ടേക്ക് നീങ്ങി കുഞ്ഞുമ്മയോട് ചേർന്നിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറക്കം വന്നു. ഞാൻ കുഞ്ഞുമ്മയുടെ തോളിലേക്ക് തല ചായ്ച്ചിരുന്ന് ഉറങ്ങാൻ തുടങ്ങി. ഉറക്കമെല്ലാം കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞുമ്മ പറഞ്ഞത്, അപ്പുറത്തിരിക്കുന്ന ആ ചേച്ചി പറഞ്ഞത് കേട്ടോ? എന്ത്? നീ എന്റെ കെട്ടിയവനാണെന്ന്. ഓ പിന്നെ, എന്നെ കണ്ടാലും പറയും. അല്ലടാ, അവർ ചോദിക്കുക മോൾക്ക് കുട്ടികളൊന്നും ആയില്ലേ എന്ന്. ഞാൻ ചിരിച്ചു. എന്നിട്ട് കുഞ്ഞുമ്മയോട് ചോദിച്ചു, കുഞ്ഞുമ്മ അതിന് എന്തു മറുപടി കൊടുത്തു? ഞാൻ എന്തു പറയണമായിരുന്നു? നീ പറ. കുഞ്ഞുമ്മയ്ക്ക് പറഞ്ഞുകൂടായിരുന്നോ എനിക്കൊരു മകളുണ്ടെന്ന്? അവളെ പഠിപ്പിക്കാൻ കൊണ്ടാക്കിയിട്ട് വരുവാന്ന്. ഞാനും കുഞ്ഞുമ്മയും മുഖത്തോട് മുഖം നോക്കി. എന്നിട്ട് പറഞ്ഞു, അവരെയും കുറ്റം പറയണ്ട കുഞ്ഞുമ്മ. കുഞ്ഞുമ്മയെ കണ്ടാൽ പറയില്ല പ്രസവിച്ചതാണെന്ന്. ഒന്ന് പോടാ ഹിമാറെ, കളിയാക്കാതെ. കുഞ്ഞുമ്മ അതും പറഞ്ഞ് ചിരിച്ചു. സത്യമാ കുഞ്ഞുമ്മ ഞാൻ പറഞ്ഞത്. എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. അത് പോട്ടെ, ബസ്സിൽ നിന്നപ്പോൾ നീ എപ്പോഴാ എന്റെ പുറകിൽ വന്ന് നിന്നത്? അത് കേട്ടപ്പോൾ ഞാനൊന്ന് പരുങ്ങി. ഒരു സ്റ്റോപ്പിൽ നിർത്തി ആളുകൾ കുറച്ചിറങ്ങിയപ്പോൾ വന്ന് ഞാൻ കുഞ്ഞുമ്മയുടെ പുറകിൽ വന്ന് നിന്നു. നിനക്കൊന്ന് മിണ്ടിക്കൂടായിരുന്നോടാ? അപ്പോ കുഞ്ഞുമ്മ ഞാനാണെന്ന് അറിയില്ലായിരുന്നു അല്ലേ? തൊട്ടുപുറകിൽ ആ പയ്യനാ നിൽക്കുന്നതെന്ന് വിചാരിച്ചു ഇല്ലേ, കൊച്ചു കള്ളി. അപ്പോ ഇതൊക്കെയാ കുഞ്ഞുമ്മയുടെ പരിപാടി. പോടാ അവിടുന്ന്. കൊല്ലങ്ങളായില്ലേടാ നിന്റെ ബാപ്പ മരിച്ചിട്ട്. ഞാനും ചെറുപ്പമല്ലേ, പറ്റിപ്പോയി. കുഞ്ഞുമ്മയുടെ ആ സംസാരത്തിൽ ഒരു ദൈന്യതയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് രാത്രി ഒരു 9 മണിയായപ്പോൾ ബസ് കൊല്ലം ബസ് സ്റ്റാൻഡിലെത്തി. ഞങ്ങൾ അവിടെ ഇറങ്ങി. ഇനി അവിടുന്ന് മൈനാഗപ്പള്ളിക്കുള്ള ബസ്സിൽ കയറണം. 10 മണിക്ക് ശാസ്താംകോട്ടയ്ക്ക് ഒരു ബസ്സുണ്ട്. അതിൽ കയറിയാൽ മൈനാഗപ്പള്ളിയിൽ ഇറങ്ങാം. ഞാൻ കുഞ്ഞുമ്മയോട് ചോദിച്ചു, കുഞ്ഞുമ്മ നമുക്കെന്തെങ്കിലും ആഹാരം കഴിച്ചാലോ? അങ്ങനെ ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറി പൊറോട്ടയും ബീഫ് കറിയും കഴിച്ചു. പുറത്തിറങ്ങി ഞങ്ങൾ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു. ഞങ്ങൾക്ക് പോകാനുള്ള ശാസ്താംകോട്ട ബസ് സ്റ്റാൻഡിൽ പിടിച്ചിട്ടിട്ടുണ്ട്. ഞങ്ങൾ അതിൽ കയറി. രാത്രി ആയതുകൊണ്ട് അധികം തിരക്കില്ല. കുഞ്ഞുമ്മ സ്ത്രീകൾ ഇരിക്കുന്ന സീറ്റിൽ വന്നിരുന്നു. ഞാൻ പുറകിലത്തെ ഒരു സീറ്റിൽ പോയിരുന്നു. എന്റെ മുന്നിൽ ഒരു പുരുഷനും സ്ത്രീയുമായിരുന്നു. വണ്ടി പുറപ്പെട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ പതിയെ മയക്കത്തിലേക്ക് വീണു. പെട്ടെന്ന് എന്റെ അടുത്ത് ആരോ വന്നിരുന്നത് പോലെ. ഞാൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ കുഞ്ഞുമ്മയാണ്. നീ ഉറങ്ങിയോടാ മോനെ? കുഞ്ഞുമ്മ ചോദിച്ചു. ഓ ഇല്ല, തണുത്ത കാറ്റടി കൊണ്ടപ്പോൾ ഒന്നും മയങ്ങിപ്പോയി കുഞ്ഞുമ്മ. അങ്ങനെ ഞങ്ങൾ ഒന്നും രണ്ടും പറഞ്ഞിരുന്ന് ബസ് മൈനാഗപ്പള്ളിയിലെത്തി. ഞങ്ങൾ അവിടെ ഇറങ്ങി. ഇനി അവിടുന്ന് കുറച്ച് നടക്കണം വീട്ടിലേക്ക്. പോരാത്തതിന് നല്ല ഇരുട്ടും. റോഡിലാണെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാനും കുഞ്ഞുമ്മയും പതിയെ നടത്ത ആരംഭിച്ചു. ഒരു ചെറിയ ഗ്രാവൽ റോഡാണ്. രാത്രി ആയതുകൊണ്ട് വലിയ ആൾസഞ്ചാരമൊന്നുമില്ല. പ്രശ്നം അതല്ല, റോഡിൽ കുറച്ച് നടന്നിട്ട് വലിയ ഒരു അയ്യം ക്രോസ് ചെയ്ത് വേണം ഞങ്ങൾക്ക് വീട്ടിലെത്താൻ. റോഡിൽ നിന്ന് അയ്യത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു ശകലം വെട്ടം പോലുമില്ല. പിന്നെ ഒരു ധൈര്യത്തിന് ഞാനും കുഞ്ഞുമ്മയും അങ്ങ് റോഡിൽ നിന്ന് അയ്യത്തെ വഴിയിലേക്ക് കയറി. ചുറ്റും കൂരാക്കൂരിട്ട് മാത്രം. ഏക്കർ കണക്കിന് പടർന്നു കിടക്കുന്ന ആ അയ്യത്തിന് ദൂരെ അപ്പുറത്തുള്ള വീട്ടിൽ ലൈറ്റ് മിന്നാമിനുങ്ങ് പോലെ പ്രകാശിക്കുന്നുണ്ട്. കുഞ്ഞുമ്മയ്ക്ക് ആകെ പേടിയായി. കുഞ്ഞുമ്മ എന്തിനാ പേടിക്കുന്നത്? എന്തിനും പോന്ന ഒരു പുരുഷനില്ലേ കൂടെ? കുഞ്ഞുമ്മ എന്റെ കയ്യിൽ പിടിച്ച് ചേർന്ന് നടന്നു. പറഞ്ഞു തീർന്നില്ല, അതിനു മുമ്പേ കുഞ്ഞുമ്മ എന്റെ തോളിൽ കൈവച്ച് ചേർന്ന് നടന്നു. ആ രാത്രിയിലെ നിശബ്ദതയും കുഞ്ഞുമ്മയുടെ ചൂടും കൂടിയായപ്പോൾ എനിക്ക് ആകെ തരിച്ചു കയറുന്നത് പോലെ ഒരു തോന്നൽ. ഞാനും കൈയെടുത്ത് കുഞ്ഞുമ്മയുടെ തോളിൽ വെച്ച് പതിയെ നടന്നു. പെട്ടെന്നാണ് എവിടെ നിന്നോ ഒരു പട്ടി കുരയ്ക്കുന്ന ശബ്ദം കേട്ടത്. കുഞ്ഞുമ്മ എന്നെ കയറി വട്ടം കെട്ടിപ്പിടിച്ചു. ഞാൻ എന്റെ ബാലൻസ് തെറ്റി അടുത്ത് നിന്ന ഒരു തെങ്ങിൻ തരത്തിലേക്ക് മറിഞ്ഞു. കുഞ്ഞുമ്മയും വന്ന് എന്റെ ദേഹത്തേക്ക് വീണു.
പിന്നെ പിന്നെ അവിടെ സംഭവിച്ചത് ഒരു ഉല്ലാസ കൊടുങ്കാറ്റായിരുന്നു.